എറണാകുളം മലയിടംതുരുത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനെതിരായ പ്രതിഷേധത്തിൽ 50ഓളം പേർക്കെതിരെ കേസെടുത്തു. ഇന്നലത്തെ പോലീസ് ഇടപെടലിൽ എറണാകുളം റൂറൽ എസ്.പി. DIG റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കുടിയിറക്ക നടപടിക്കെതിരായ സമരം ഏറ്റെടുത്ത CPIM ഒരു പോലീസ് നടപടിയും ജനം അംഗീകരിക്കേണ്ട എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അവർ പറയുന്നത് നേരെ പോലീസ് അടിച്ചു, മർദ്ദിച്ചു, ചിലരെ ചവിട്ടി, ചിലരിപ്പോൾ ആശുപത്രിയിലാണ്. കുട്ടികൾ തന്നെ വല്ലാതെ ഭയപ്പെട്ട സാഹചര്യം ഉണ്ടായി. ഞങ്ങൾക്ക് കിടക്കാൻ കിടപ്പാടം വേണം. എല്ലാവർക്കും ഉണ്ട്, ഒപ്പുണ്ട് കേട്ടോ. ഇന്നലെ ഞങ്ങൾക്കൊന്നും അനങ്ങാൻ പറ്റുന്നില്ല, ശ്വാസം പോലെ എടുക്കാൻ പറ്റണില്ല. മേലൊക്കെ വേദന എടുത്തിട്ട് പോലീസുകാർ പിടിച്ച് വലിച്ച്. കിഴക്കമ്പലം പാരിയത്തുകാവിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ പോലീസ് നടപടികളുടെ ഞെട്ടലിൽ നിന്ന് ഈ ജനത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. സാരമായി പരിക്കേറ്റ ചന്ദ്രൻ ആശുപത്രിയിൽ തുടരുകയാണ്. അതിനിടയിലാണ് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ച് തടിയിട്ടപറമ്പ് പോലീസ് പ്രതിഷേധം സംഘടിപ്പിച്ച കണ്ടാലറിയുന്ന 50 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 14 തവണയും ഇല്ലാതിരുന്ന പോലീസ് ഇടപെടൽ പരിധി വിട്ടതിൽ റൂറൽ എസ്.പിയോട് DIG റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് അനുകൂലമായി നിൽക്കുക എന്നുള്ളതാണ് സർക്കാർ നയമെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. പരമാവധി ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുത്ത് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ്. ഇന്നലെ തന്നെ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ആഭ്യന്തര വകുപ്പ് അത്തരം പോലീസ് നടപടികൾക്ക് നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം തീരുമാനമെടുക്കും. പാരിയത്തുകാവ് കുടിയിറക്കൽ വിഷയത്തിൽ പ്രതിഷേധവും സമരവും ശക്തമാക്കുന്നതിന്റെ ഭാഗമായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവിന്റെ നേതൃത്വത്തിൽ മലയിടംതുരുത്തിൽ ഇന്ന് സംരക്ഷണ സദസ്സും സംഘടിപ്പിച്ചു. സർക്കാർ മാറിയതുകൊണ്ട് ദളിത് കുടുംബങ്ങളെ കുടിയിറക്കാമെന്ന് കരുതേണ്ട എന്നും ഇടതുപക്ഷ സർക്കാർ തുടങ്ങിവച്ച സംരക്ഷണം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും P. രാജീവ്. ഗവൺമെന്റ് മാറി എന്നതിന്റെ പേരിൽ മാത്രം ബലം പ്രയോഗിച്ചുകൊണ്ട് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നേരെ കുടിയിറക്കാം എന്നാണ് കരുതിയെങ്കിൽ ഈ ജനകീയമായിട്ടുള്ള മുന്നേറ്റം അത്തരത്തിലുള്ള ഒരു നടപടിയും അനുവദിക്കില്ല എന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ്. ഇന്നലെ ആരംഭിക്കാൻ കഴിഞ്ഞ നടപടിക്രമങ്ങൾ വിശദീകരിച്ച് അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാൽ കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്രതീക്ഷിതമായി ഉണ്ടായ സർക്കാർ ഇടപെടൽ അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.